ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയഃ അനുപശ്യാമി ഹത്വാ സ്വജനം ആഹവേ. നിമിത്താനി ച പശ്യാമി വിപരീതാനി. നമ്മൾ യുദ്ധം തുടങ്ങുവാനായിട്ട് പോകുന്ന ഈ അവസരത്തിൽ കാണുന്ന നിമിത്തങ്ങൾ എല്ലാം വിപരീതങ്ങളാണ് ഭഗവാനെ. നജ ശ്രേയഃ അനുപശ്യാമി ഹത്വാ സ്വജനം ആഹവേ. ഹത്വാ സ്വജനം, സ്വജനങ്ങളെ ഹനിച്ചിട്ട്, ആഹവേ യുദ്ധത്തിൽ ഹനിച്ചിട്ട്, ശ്രേയഃ ന അനുപശ്യാമി ച, ഞാൻ ഒരു ശ്രേയസിനെയും കാണുന്നില്ല ഭഗവാനെ. യുദ്ധം തുടങ്ങുവാനായിട്ടുള്ള ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ കാണുന്ന നിമിത്തങ്ങൾ അനുസരിച്ച് വിപരീതങ്ങളായ ഫലങ്ങളെയാണ് എനിക്ക് തോന്നുന്നത് ഭഗവാനെ. തന്നെയുമല്ല, സ്വജനങ്ങളെയെല്ലാം ഹനിച്ചിട്ട് ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ എന്ത് നേടാനാണ്, എനിക്കെന്ത് ശ്രേയസ് ഉണ്ടാവാനാണ് എന്നാണ് അർജുനൻ സംശയിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു, അർജുനൻ്റെ അപേക്ഷ പ്രകാരം ഭഗവാൻ 2 സേനകളുടെയും ഇടയിൽ രഥം കൊണ്ടുപോയി നിർത്തിയിട്ട് അർജുനനോട് പറഞ്ഞു, അർജുന, നീ നോക്കി കാണൂ ആരെല്ലാമാണ് യുദ്ധത്തിനായി വന്ന് നിൽക്കുന്നത് എന്ന്. അപ്പോൾ അർജുനൻ അവരെല്ലാം നോക്കി, യുദ്ധത്തിന് തയ്യാറായി വന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ നോക്കി മനസ്സിലാക്കി. അവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനന് എന്തെന്നില്ലാത്ത വിഷമതകളാണ് തോന്നുന്നത്. ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചമുണ്ടാവുന്നു, വായിൽ വെള്ളം വറ്റിപ്പോകുന്നു, വിറയൽ സംഭവിക്കുന്നു എന്നെല്ലാം അർജുനൻ പറഞ്ഞു. തന്നെയുമല്ല, ഏതൊരു ശ്രേഷ്ഠമായ വില്ലുപയോഗിച്ചിട്ടാണോ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ആ ഗാണ്ഡീവം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും, തന്നെയുമല്ല എനിക്ക് നേരെ നിൽക്കാൻ പോലും ആവതില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അർജുനൻ ഒരു തീരുമാനത്തിലേക്ക് സ്വയം എത്തിച്ചേരുകയാണ്, ഞാൻ യുദ്ധം ചെയ്താൽ ശരിയാവില്ല ഭഗവാനെ. തന്നെയുമല്ല, ഇപ്പോൾ കാണുന്ന നിമിത്തങ്ങളെല്ലാം വിപരീതങ്ങളുമാണ്. ശുഭങ്ങളായ നിമിത്തങ്ങളാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഊർജം കിട്ടിയേനെ. പക്ഷേ ഇപ്പോൾ കാണുന്ന നിമിത്തങ്ങളൊന്നും ശുഭങ്ങളുമല്ല. തന്നെയുമല്ല, ഈ യുദ്ധത്തിൽ ഞാൻ എൻ്റെ സ്വജനങ്ങളെയെല്ലാം ഹനിച്ചിട്ട് എന്ത് ശ്രേയസിനെ നേടാനാണ് എന്നുള്ള സംശയമാണ് അർജുനനിവിടെ ഭഗവാനോട് ചോദിക്കുന്നത്. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈഃ ജീവിതേന വാ. ന കാംക്ഷേ വിജയം കൃഷ്ണ, ഞാൻ ഒരു വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ. ന ച രാജ്യം സുഖാനി ച,
എനിക്ക് രാജ്യം നേടണമെന്നോ സുഖം നേടണമെന്നോ ഉള്ളൊരു ആഗ്രഹമൊന്നും ഇപ്പോഴില്ല. കിംന രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേനവ. ഈ രാജ്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ സുഖങ്ങളെ കൊണ്ടോ ഉള്ള ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക, എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? കാരണം ഇതിലെല്ലാത്തിലും ആ സ്വജനങ്ങളുടെ രക്തം പുരണ്ടിരിക്കുന്നതായിരിക്കില്ലേ. സ്വജനങ്ങളെല്ലാം വധിച്ചതിന് ശേഷം കിട്ടുന്ന ഈ രാജ്യവും രാജകീയ സുഖങ്ങളും എല്ലാം അതിൽ ഇവരുടെ രക്തക്കറ പുരണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സമാധാനമായിട്ട് ആ ഭോഗങ്ങളെ ഭുജിക്കുക, അല്ലെങ്കിൽ ആ സുഖങ്ങളെ അനുഭവിക്കുക? ഇവിടെ അർജുനൻ്റെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത ഒരു അടുപ്പമാണ് യുദ്ധത്തിനായിട്ട് വന്നു നിൽക്കുന്നവരോട് തോന്നുന്നത്. സാധാരണഗതിയിൽ ദുഷ്ടന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് ക്രൂരകൃത്യം ചെയ്യുമ്പോഴും അവർക്ക് ഇരയോട് അല്പം പോലും ദയവുണ്ടാവാറില്ല. ഇപ്പോൾ കൃഷ്ണാവതാരത്തിൽ കംസൻ്റെ കഥ പറയുന്ന ഭാഗവതം, അവിടെ കൃഷ്ണനും ബലരാമനും മുൻപുണ്ടായിരുന്ന 6 കുട്ടികളെയും കല്ലിൽ അടിച്ചു കൊല്ലുന്നുണ്ട്. അപ്പോൾ ആ ദേവകീ ദേവിയുടെയും വസുദേവരുടെയും വിവാഹ സമയത്ത് കേട്ട അശരീരി അനുസരിച്ച് 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്ന് പറഞ്ഞാണ് അശരീരി കേട്ടത്. എന്നാൽ തുടക്കം മുതലുള്ള 6 കുട്ടികളെയും കൂടി കൊല്ലുന്ന ആ കംസൻ്റെ ക്രൂരത, അവിടെ അല്പം പോലും ദയവ് അവശേഷിക്കുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വതവേ ക്രൂരന്മാരായ ആളുകൾക്ക് ഏത് ക്രൂരകർമ്മം ചെയ്യുമ്പോഴും അവർക്ക് ആ ഇരയോട് യാതൊരു ദയവും ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അർജുനാവട്ടെ നീതിബോധവും ധർമ്മശാസ്ത്രങ്ങളുടെ അറിവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ശരിയാണോ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മനസ്സിൽ തോന്നുന്നതുകൊണ്ടാണ് ഈ പ്രകാരമുള്ള ഒരു സംശയം ഉള്ളിലുണ്ടാവുന്നത്. പക്ഷേ ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ ഇല്ലായ്മ ചെയ്യുക, സജ്ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇവിടെ നിരായുധനായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വരുന്നത്. ഭഗവാന് ഏതൊരു ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുവാനായിട്ട് യാതൊരു ആയുധങ്ങളുടെയും ആവശ്യമില്ല എന്നിരിക്കലും ലോകരെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ധർമ്മ മാർഗത്തിലൂടെ ജീവിക്കുന്നത് ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിരായുധനായി നിന്നുകൊണ്ട് എല്ലാ വധവും പാണ്ഡവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്നാൽ ആ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് പാണ്ഡവർ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. കാരണം ക്രൂരന്മാരായ ആളുകളെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ ഭൂമിയിൽ അധർമ്മം വളരെയധികം ഉന്നതിയെ പ്രാപിക്കും. അപ്പോൾ സജ്ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതായിത്തീരും. ഇപ്പോൾ തന്നെ നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില യുദ്ധ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ സ്മരിക്കപ്പെടാവുന്നതാണ്. ചില രാജ്യങ്ങൾ നിരന്തരമായിട്ട് ഭീകരവാദവുമായി ശാന്തമായി ജീവിക്കുന്നവരെ നിസ്സാര കാരണങ്ങളാൽ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്നു. അതിനിരയാവുന്നവരാണെങ്കിലോ വളരെ കാലമായി ആർജിച്ചെടുത്ത ശക്തി ഉപയോഗിച്ച് അവരെ ഇല്ലാതാക്കാൻ നടക്കുന്നവരെ പ്രത്യാക്രമിക്കുന്നു. എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ടാകും. എങ്കിലും ലോകത്ത് പൊതുവായി എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു അർഹതയെ പരസ്പരം ചോദ്യം ചെയ്യുന്നത് നിരുത്തരവാദപരമാണ്.
എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവസരം ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അതിനെ ആ അനുമതിയെ ഉല്ലംഘിച്ചുകൊണ്ട് ചിലരൊന്നും ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്നതും, ഇപ്രകാരമുള്ള ഭീകരവാദികളെ അമർച്ച ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോട് നടക്കുമ്പോൾ അതിനിടയിൽ നിരപരാധികളായ ആളുകളും വധിക്കപ്പെടുന്നതും എല്ലാം പൂർണ്ണമായും ന്യായീകരിക്കപ്പെടാവുന്നതല്ല. അതുപോലെ തന്നെയാണ് ഏതൊരു യുദ്ധമുണ്ടായാലും ഇതെല്ലാം ഇപ്രകാരം സംഭവിക്കും എന്നുള്ളത് ഈ മഹാഭാരത യുദ്ധത്തിലും എടുത്തു കാണിക്കുക. യുദ്ധത്തിനായിട്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്നവർ മാത്രമല്ല ഇതിൻ്റെ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. യുദ്ധരംഗത്തേക്ക് പോകുന്ന ആളുകൾക്കും അയാളുടേതായ കുടുംബങ്ങളുണ്ട്. ഇവരായിരിക്കും ആ കുടുംബത്തെ പരിപോഷിപ്പിക്കുന്നവർ. അവർ ഇല്ലാതായി കഴിഞ്ഞാൽ ആ കുടുംബം എങ്ങനെ ജീവിക്കും എന്നുള്ളതെല്ലാം ചിന്തനീയമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഒരു നിർണയത്തിലേക്ക് എത്തുവാനായിട്ട് അർജുനൻ പ്രയാസപ്പെടുന്ന ഒരു രംഗം കൂടിയാണ് ഈ അർജുന വിഷാദയോഗം. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാസ്ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാഃ തദൈവ ച പിതാമഹാഃ മാതുലാ ശുശിരാ പൗത്രാഃ സ്യാലാ സംബന്ധിനസ്തദാ യേഷാം അർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗ സുഖാനി ച ത ഇമേ അവസ്ഥിതാഃ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാഃ തഥാ ഏവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ സ്യാലാഃ സംബന്ധിനഃ തഥാ. നമ്മൾ യേഷാം അർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാസുഖാനി ച, നമ്മൾ ഒരു യുദ്ധം ജയിച്ചിട്ട് ആർക്ക് സുഖമുണ്ടാകുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചാണോ ആ യുദ്ധം ചെയ്യുന്നത് അവർ തന്നെയല്ലേ ഈ മുമ്പ് വന്ന് നിൽക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് താ ഇമേ അവസ്ഥിതാഹ യുദ്ധേ, അവരാണ് വന്ന് മുമ്പിൽ നിൽക്കുന്നത്. പ്രാണാൻ ത്യക്ത്വ, സ്വന്തം പ്രാണൻ പോലും ഉപേക്ഷിച്ചിട്ട് ധനാനിജ, അവരുടെ എല്ലാ ധനത്തെയും പ്രാണനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ദാ ഇവിടെ വന്ന് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്ന് കരുതുമ്പോൾ എന്തിനാണ് ഞാൻ യുദ്ധം ചെയ്യുന്നുള്ള ചിന്തയിലേക്കാണ് അർജുനൻ എത്തുന്നത്. ആരൊക്കെയാണതെന്ന് പിന്നെ പറയുന്നു. ആചാര്യാഹ, ആചാര്യന്മാരുണ്ടതിൽ. പിതരഹ, പിതാവിന് സമന്മാരായിട്ടുള്ളവരുണ്ട്. പുത്രാഹ, പുത്രഭാവത്തിലുള്ളവരുണ്ട്. തഥാ ഏവച പിതാമഹാഹ, അപ്രകാരം തന്നെ പിതാമഹനും ഉണ്ട്, അല്ലെങ്കിൽ പിതാമഹന്മാരെ പോലുള്ളവരുണ്ട്. മാതുലാഹ, അമ്മാവന്മാരുണ്ട്. ശ്വശുരാഹ, ഭാര്യയുടെ അച്ഛൻ, അങ്ങനെയുള്ളവരുണ്ട്. പൗത്രാഹ, നമ്മളുടെ പൗത്രന്മാരുണ്ട്, പുത്രൻ്റെ പുത്രൻ അല്ലെങ്കിൽ പുത്രിയുടെ പുത്രൻ ഒക്കെയുണ്ട്. സ്യാലാഹ, അളിയന്മാരുണ്ട്. സംബന്ധിനഹ തത്, അതുപോലെ ബന്ധുജനങ്ങളൊക്കെ വന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ധനാഗമന മാർഗങ്ങൾ കണ്ടെത്തി ധനം സമാഹരിച്ചാൽ അതിൻ്റെ ഭോക്താക്കളായിട്ടുള്ളത് നമ്മളുടെ കുടുംബാംഗങ്ങളാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പരിശ്രമങ്ങളും നമ്മുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്.
ആരും പ്രതിഫലം ഇല്ലാത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എന്ന് കൂടി അറിയുക. എല്ലാവരുടെയും ഇച്ഛ പ്രതിഫലത്തിലാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാൻ എല്ലാവർക്കും ഒന്നും സാധിക്കുന്നതുമല്ല, പ്രത്യേകിച്ച് ലൗകികന്മാർക്ക്. അപ്പോൾ ഏതൊരാളെ ഉദ്ദേശിച്ചാണോ നമ്മൾ ഈ പരിശ്രമങ്ങളെല്ലാം ചെയ്ത് ധനസമാഹരണം നടത്തി സുഖമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്, അവർ തന്നെയല്ലേ ഈ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് അവരുടെ ധനവും പ്രാണനും തന്നെ ത്യജിച്ചിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. ഞാനെന്തിന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം? അല്ലെങ്കിൽ ഈ കൊടിയ പാപം ഞാൻ എന്തിന് വലിച്ച് എൻ്റെ തലയിൽ വയ്ക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് അർജുനൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ അവസരങ്ങളിലെല്ലാം ഭഗവാൻ അർജുനൻ്റെ ഈ വേവലാതികളെയൊക്കെ വളരെ ക്ഷമയോടെ കേട്ടു നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, ആരെങ്കിലും ഒരാൾ നമ്മളെ സമീപിച്ച് അയാളുടെ ദുഃഖങ്ങൾ എല്ലാം ഇങ്ങനെ കെട്ടഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുക. എന്തുകൊണ്ടെന്നാൽ ആ പറയുന്നയാളുടെ മനസ്സിലുള്ള വ്യഥ മുഴുവൻ ആ വാക്കുകളുടെ പുറത്തേക്ക് വരുമ്പോൾ അയാളുടെ മനസ്സ് നിർമ്മലമാകും. അയാൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ വിമ്മിഷ്ടം ഇത് മറ്റൊരാളോട് പറഞ്ഞു കഴിയുമ്പോൾ കുറയും. തന്നെയുമല്ല, അർജുനനെ ഇപ്രകാരം തൻ്റെ എല്ലാമായ പരമമായ ആശ്രയമായിരിക്കുന്ന ഭഗവാനോടാണ് ഇത് പറയുന്നത്. ഏതെല്ലാം അവസരങ്ങളിൽ എന്തെല്ലാം വിഷമതകളുണ്ടായോ അപ്പോഴെല്ലാം ഭഗവാന്റെ നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളുമായിരുന്നു പാണ്ഡവർക്ക് എപ്പോഴും തുണയായിട്ടുണ്ടായിരുന്നത്. ഭഗവാനാണെങ്കിലോ അവർ സ്വന്തം സഹോദരതുല്യരാണ് എന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഭക്തരാണ് എന്ന് കരുതിക്കൊണ്ടൊക്കെയാണ് അവരെ വലിയ പരിഗണന കൊടുത്തുകൊണ്ട് കൂടെ കൂട്ടുന്നത്. എന്തെല്ലാം കർമ്മങ്ങൾ ഭഗവാൻ ഈ പാണ്ഡവർക്കായി കൊണ്ട് ചെയ്തു എന്നാലോചിച്ച് നോക്കുക. ഇവിടെ തന്നെ ഇത്രയേറെ അചിന്ത്യ പ്രഭാവവാനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വില്ലാളി വീരനായിരിക്കുന്ന അർജുനന് വേണ്ടി സാരഥ്യം വഹിക്കുന്നു, അയാളുടെ തേര് തെളിക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാളുടെ വണ്ടിയുടെ ഡ്രൈവറാവുന്നു. നമ്മുടെയെല്ലാം മാനത്തിന് ഒരു ഹാനി ഉണ്ടാകുന്ന അവസ്ഥയല്ലേ അത്? അതും പോട്ടെ, ആ വനവാസകാലത്ത് ദുർവാസാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുമായിട്ട് പാണ്ഡവരെ കാണാൻ വരുന്നു. അവിടെ വച്ചിട്ട് ആ ഉച്ച സമയത്ത് അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം എന്നുള്ള ആ വേവലാതിയിൽ ദ്രൗപദി കരഞ്ഞു വിളിച്ചപ്പോൾ അവിടെ ഭഗവാൻ എത്തിയിട്ട് ദ്രൗപദിയുടെ അക്ഷയപാത്രത്തിൽ നിന്ന് ആ ചീരയില ഭക്ഷിച്ചുകൊണ്ട് ദുർവാസാവിൻ്റെയും പരിവാരങ്ങളുടെയും ഒക്കെ വിശപ്പടക്കി അവരെ കൊടിയ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആലോചിച്ച് നോക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവരുടെ പാത്രത്തിൻ്റെ വക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണ അവശിഷ്ടം എടുത്ത് കഴിക്കാൻ നമ്മളുടെ മാനം സമ്മതിക്കുമോ? ഇങ്ങനെ ഭഗവാൻ ഭക്തർക്കായിട്ട് ഏതേത് വേഷങ്ങൾ, ഏതേത് രൂപങ്ങൾ എടുക്കണമെങ്കിലും അതെല്ലാം യാതൊരു മടിയും കൂടാതെ ചെയ്തിരുന്നയാളാണ്. തന്നെയുമല്ല, ഈ രാജസൂയ വേളയിൽ ധർമ്മപുത്രരുടെ ഉന്നതിക്കായിക്കൊണ്ട് രാജസൂയം നടക്കുന്ന ആ വേളയിൽ അവിടെ വന്നു ചേർന്ന ബ്രാഹ്മണരുടെ എല്ലാം പാദങ്ങളെ കഴുകിക്കൊടുത്തതും ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. അവിടെയും അദ്ദേഹത്തിന് യാതൊരു മാനഹാനിയും തോന്നിയിരുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോൾ ഭക്തന്മാർക്കായിക്കൊണ്ട് ഏത് തരം താണ പ്രവൃത്തി ചെയ്യാനും ഭഗവാന് യാതൊരു മടിയുമില്ല എന്നാണ്. നരസിംഹാവതാരത്തിലാണെങ്കിൽ തൻ്റെ ഭക്തോത്തമനായ പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ആ സ്തംഭം പിളർന്നുകൊണ്ട് മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത ഒരു രൂപത്തെ ധരിച്ചു വന്നു.
ഇനി പാലാഴി മദന സമയത്താണെങ്കിലോ ഒരു കൂർമ്മമായിട്ട് പോലും ശരീരമെടുത്തു. വേദങ്ങളെ വീണ്ടെടുക്കാൻ മത്സ്യമായി. മഹാബലിയിൽ നിന്ന് നഷ്ടപ്പെട്ട രാജ്യത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയായിട്ട് ഒരു ചെറിയ ബ്രാഹ്മണ കുട്ടിയായിട്ടും ഒക്കെ ശരീരമെടുക്കേണ്ടതായി വന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഏത് രൂപത്തെ ധരിക്കാനും ഭഗവാന് യാതൊരു മാനഹാനിയും തോന്നുന്നില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യേഷാമർത്തേ കാംക്ഷിതം നോ രാജ്യം ഭോഗാസുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാസ്ത്യക്ത്വാ ധനാനി ച ആചാര്യ പിതരപുത്ര തദൈവ ച പിതാമഹാഃ മാതുലാ ശുശുരാ പൗത്രാ സ്യാലാ സംബന്ധിനസ്തദാ ഏതാന്നഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം ന മഹീകൃതേ. ഏതാൻ ന ഹന്തും ഇച്ഛാമി ഘ്നതഃ അഭി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിം ന മഹീകൃതേ. ഏതാൻ ന ഹന്തും ഇച്ഛാമി. ഏതാൻ ഈ വന്നു നിൽക്കുന്ന ആളുകളെ നഹന്തും ഇച്ഛാമി അവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഘ്നതഃ അഭി അവരെന്നെ കൊല്ലുമെന്ന് വന്നാൽ പോലും ഞാൻ ഇവരെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹോ എനിക്ക് ഇവരെ കൊന്നാൽ ഈ 3 ലോകങ്ങളും കിട്ടും എന്ന് വന്നാൽ പോലും ഞാൻ ഇവരെ കൊല്ലാൻ തയ്യാറല്ല. പിന്നെയാണോ കിംനു മഹീകൃതേ ഈ തുച്ഛമായ രാജ്യത്തിന് വേണ്ടി. ഈ കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്നത് അർദ്ധരാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ സംവാദത്തിലാണ്. ഈ അർദ്ധരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളത്തിലെ ഒരു ഭൂഖണ്ഡത്തിലെ ഒരു ഭാഗത്തിൻ്റെ പകുതിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളം പിന്നെയും എത്രയോ വിശാലമാണ്. അതുപോലെയുള്ള ആ സ്വർഗവും ഭൂമി പാതാളവും ചേരുന്ന 3 ലോകത്തിന് വേണ്ടി ആണെങ്കിൽ പോലും ഇവരെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവരെ കൊന്നുകഴിഞ്ഞാൽ എനിക്ക് ഈ 3 ലോകവും കിട്ടും എന്ന് വന്നാൽ പോലും ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ തുച്ഛമായ ഈ ഭൂമിക്ക് വേണ്ടി ഞാൻ ഇവരെ കൊല്ലാൻ പോകുന്നത്? അവരെന്നെ കൊന്നാലും എനിക്ക് പരാതിയില്ല, ഞാൻ അത് സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനേക്കാൾ ഘോരമായ പാപമായി പോകും ഞാൻ ഇവരെ കൊന്നുകൊണ്ട് ഈ രാജ്യം അല്ലെങ്കിൽ ഭൂമി പിടിക്കാൻ ഈ മണ്ണിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്താൽ ഞാനൊരു മഹാപാപിയായി തീരും എന്നുള്ള ഒരു വേദനയാണ്, ഒരു ശങ്കയാണ് അർജുനൻ്റെ മനസ്സിൽ വന്നുകൂടിയിരിക്കുന്നത്. ഏതൊരാളും ഏതൊരു കർമ്മവും അനുഷ്ഠിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഈ 2 ഭാവങ്ങളും സ്വാഭാവികമായിട്ട് വന്നു ചേരും. അപ്പോൾ ഇത് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് ചെയ്തില്ലെങ്കിൽ എന്ത് വരും വരായികയുണ്ടാകും, അത് ചെയ്താൽ എന്തെല്ലാം നേടാൻ പറ്റും എന്നുള്ള ചിന്തകൾ എല്ലായ്പ്പോഴും ഉണ്ടാകും. അതിൽ അവരവരുടേതായ ധർമ്മബോധം കൂടി കലരുമ്പോഴാണ് ഇതിൽ ഏത് മാർഗത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഏതെടുത്താൽ അത് ശരിയാകും എന്ന് തോന്നുക. പക്ഷേ നിരന്തരമായിട്ട് ക്രൂരകർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും ഇപ്രകാരമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതല്ല. ഉദാഹരണമായിട്ട് ദുര്യോധനനെ കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു രാജദൂതുമായിട്ട് ഹസ്തിനപുരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ മഹാരഥന്മാരായ ആളുകളൊക്കെ ആ കൗരവ രാജസദസ്സിൽ ഉപവിഷ്ടരാണ്. ആദ്യമായിട്ട് ഭീഷ്മ പിതാമഹനുണ്ട്, രാജസിംഹാസനത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവുണ്ട്, ഇവരുടെ എല്ലാം ഗുരുവായിരിക്കുന്ന ദ്രോണരും കൃപാചാര്യരുമുണ്ട്. തന്നെയുമല്ല ധർമ്മദേവൻ്റെ തന്നെ സ്വയം സ്വരൂപമായിരിക്കുന്ന വിതുരരുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള ആളുകൾ ഉണ്ടായിരുന്നിട്ടും ആ വേദിയിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ദുര്യോധനാൽ
അപമാനിതനായിട്ടാണ് തിരിച്ചു പോരുന്നത്. തന്നെയുമല്ല, ശ്രീകൃഷ്ണ ഭഗവാനെ ബന്ദിയാക്കുന്നതിന് പോലും ഈ ദുര്യോധനൻ ആജ്ഞയെ നൽകുകയുണ്ടായി. ഒരു രാജസദസ്സിൽ ഒരു യുവരാജാവ് എന്തെല്ലാം പറയാമെന്നും അവിടെ ആ യുവരാജാവിനെ അദ്ദേഹത്തിൻ്റെതായ ആ ദൃഷ്ടിയിലുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ രാജാവിനെ ബോധിപ്പിച്ചിട്ട് രാജാവാണ് അവിടെ നീതിയെ നിർവഹിക്കേണ്ടത്. പക്ഷേ അന്ധമായ പുത്രസ്നേഹത്താൽ ഒരിക്കൽ കൂടി അന്ധത ബാധിച്ച ധൃതരാഷ്ട്ര മഹാരാജാവട്ടെ ദുര്യോധനൻ്റെ വാക്കുകൾക്ക് ഒരിക്കലും വിപരീതമായ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. അപ്പോഴെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്, നോക്കൂ, ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ നിരപരാധികളായ അനേകം പേർ കൊല്ലപ്പെടും. അവരെല്ലാം അല്ലയോ മഹാരാജാവേ, അങ്ങയെയാണ് ഉത്തരവാദിയായി ചിത്രീകരിക്കുക. അതുകൊണ്ട് അങ്ങ് തീരുമാനത്തിലെത്തൂ എന്ന് പറയുമ്പോഴെല്ലാം ആ രാജാവിനെയും കടന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെയും കവച്ചു വയ്ക്കുന്നതായ ശബ്ദത്തോടുകൂടി ദുര്യോധനാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ബന്ധനസ്ഥനാക്കാൻ പടയാളികൾ വരുമ്പോൾ തൻ്റെ വിശ്വരൂപം കാണിച്ചുകൊണ്ട് അവർക്കാർക്കും ബന്ധിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ രാജസദസ്സിൽ നിന്ന് മടങ്ങിപ്പോരുന്നത്. ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആ ധർമ്മബോധം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മം ധർമ്മമാണോ അധർമ്മമാണോ എന്ന് വേർതിരിച്ച് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഈ കർമ്മത്തിന് വളരെയേറെ പ്രാധാന്യം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത തന്നെ ഇനിയൊരു അവസരത്തിൽ കർമ്മത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നുകൊണ്ട് നമുക്ക് അവിടെ വച്ച് ചർച്ച ചെയ്യാം. ഏതാന്നഹന്തുമിച്ഛാമി ജ്ഞതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം ന മഹീകൃതേ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.